ഇപ്പൊ നമ്മൾ എവിടെയാ നിങ്ങൾ പറയൂ, ഞാൻ പറയില്ല, നിങ്ങൾ പറയൂ. ഇതാണ് തിരുനെല്ലി ക്ഷേത്രം. അതെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ യാത്ര തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇതാ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് ഫുൾ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ കാണാൻ കുറേയേറെ കാഴ്ചകളും ഉണ്ട്. നമ്മൾ കുറച്ച് മാൻകുട്ടികളെയൊക്കെ കണ്ടു കേട്ടോ. അതിരാവിലെയൊക്കെ വന്നിരുന്നെങ്കിൽ ആനകളെയൊക്കെ കാണാമായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ ഒരു 10-11 മണി ആയതുകൊണ്ട് തന്നെ ഒന്നിനെ കാണാൻ പറ്റിയില്ല. എന്താ ആ കാണുന്നതാണ് കേട്ടോ ഫേമസ് ഉണ്ണിയപ്പം. അവിടുത്തെ ഉണ്ണിയപ്പവും കട്ടൻ ചായയും ഭയങ്കര ഫേമസ് ആണ്, ഇവിടെ വന്നവർക്കറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പം കയറാം കേട്ടോ. ഇപ്പോൾ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്, നമുക്ക് തൊഴുതിട്ടൊക്കെ വന്നിട്ട് ഉണ്ണിയപ്പം ചായയൊക്കെ കുടിക്കാം. അങ്ങനെതാ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിലേക്ക് എത്താറായി. നമ്മുടെ ഭാഗ്യ കൂടുതൽ കൊണ്ടാണോ എന്നറിയത്തില്ല, അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേസ്. നമ്മൾ പോയത് ഒരു ശനിയാഴ്ചയായിരുന്നു, ഒഴിവു ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഭക്തജനങ്ങൾ ഇവിടെയും വന്നിട്ടാട്ടോ പോവുക. അങ്ങനെ കുറേയേറെ ബസ്സുകളും ട്രാവലറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ എവിടെയും സ്ഥലം കിട്ടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൈഡിലേക്ക് വണ്ടിയൊക്കെ ഒതുക്കി വെച്ച് അമ്പലത്തിലേക്ക് നടക്കാൻ ഓർത്തു. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ അമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി അമ്പലത്തിലേക്ക് നടക്കുക കേട്ടോ. പോകുന്ന വഴിക്ക് കുറച്ച് മഴയൊക്കെ പെയ്തു, പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. നമ്മൾ കുറച്ച് പേരുള്ളത് കൊണ്ട് തന്നെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങ് നടക്കുമ്പോൾ ആ ദൂരം അങ്ങ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് മഴയുള്ളത് കൊണ്ട് ഒരു വൈബുമാണ്. ഈ കുന്ന് കയറി അങ്ങ് എത്തുമ്പോഴാണ് ക്ഷേത്രം കാണുക കേട്ടോ. കാശിക്കുട്ടൻ അച്ഛൻ്റെ തോളിലൊക്കെ കയറിയിരുന്നാണ് യാത്ര. നമ്മളും ചെറുതായിരുന്നെങ്കിൽ ആരെങ്കിലൊക്കെ നമ്മളെ എടുത്തുകൊണ്ട് പോകും എന്നുള്ള ചിന്തയിലാണ് ഞാൻ നടക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്കങ്ങ് നടക്കാം. ഞാൻ പിന്നെ കാശിക്കുട്ടനെയൊക്കെ എടുത്ത് ഒന്നും നോക്കാതെ അങ്ങ് നടന്നു കേട്ടോ. അങ്ങ് എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരാളെ കാണിക്കാം കേട്ടോ. ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ വയനാട്ടിലുള്ള ഫേമസ് യൂട്യൂബർ സുഭാഷ് ഏട്ടൻ. നമ്മളങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ പായസമൊക്കെ കുടിക്കാൻ വേണ്ടി കയറുക കേട്ടോ. ആ മഴയത്ത് സുഭാഷ് ഏട്ടൻ്റെ ചൂട് പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ സുഭാഷ് ഏട്ടൻ്റെ പായസം കുടിക്കാൻ അങ്ങ് വിദേശത്തുനിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. സുഭാഷ് ഏട്ടൻ്റെ പായസം അത്ര ഫേമസ് ആണ്. അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളെന്താ ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പേ പായസം കുടിക്കുന്നതെന്നല്ലേ? അതൊന്നുമല്ല, ക്ഷേത്രത്തിൽ നല്ല തിരക്കായതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ പായസം ഒന്നും ഉണ്ടാവില്ല എന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓർത്തുന്ന പായസമൊക്കെ കുടിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പോവാന്ന്. അങ്ങനെതാ ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഒരു പാഴ്സലും മേടിച്ചായിരുന്നു കേട്ടോ കുപ്പിയിൽ. അങ്ങനെതാ ഇത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പം സുഭാഷ് ഏട്ടൻ എല്ലാം പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. വിശദമായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതിലെൻ്റെ സീരിയസ് ആയിട്ടുള്ള മോന്ത കണ്ടോ കേസ് നിങ്ങൾ? ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കുന്നത്, അതിപ്പം കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെതാ മറ്റേ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതാ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറിയതാ ക്ഷേത്രത്തിലേക്ക് എത്താറാവുകയാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറുമ്പോൾ കാശീനെ എടുത്ത് കയറാൻ കുറച്ച് പാടാണ് കേട്ടോ. കാരണം എന്താ, പ്രായമായി വരുവാണ് ഗൈസ്. അങ്ങനെതാ ഇപ്പം എൻ്റെ കെട്ടിയതിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നോട്ടം നിങ്ങളത് കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹാൻസം ഹബ്ബി എന്താല്ലേ. അങ്ങനെതാ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അറ്റത്ത് അങ്ങനെ എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ തിരുനെല്ലി ക്ഷേത്രം. മഹാവിഷ്ണു ആണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ ശരിക്കും നല്ല വ്യൂ ആണ്. നമ്മൾ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കൂലേ, അതൊക്കെ എടുക്കാം ഇവിടെ അടിപൊളിയായിട്ടോ. ഇവിടെ കുറേ പേര് അങ്ങനെ വരാറുണ്ട്. ഈ ഒരു ഏരിയയില്ലേ, ഈ ഒരു ഏരിയ വെച്ച് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം. അങ്ങനെ നമ്മളിതാ നടയിലോട്ട് കയറുകയാണ് കേട്ടോ. അങ്ങനെ തൊഴുത് ഇതിൻ്റെ ഉള്ളാട്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഫുള്ള് കേട്ടോ. നല്ല തിരക്കുണ്ട്, പക്ഷെ തൊഴാൻ നേരത്ത് ആ തിരക്കൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. എല്ലാവരും വേഗം വേഗം പോകുന്നതുകൊണ്ടാവാം ആ തിരക്കൊന്നും അങ്ങോട്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് ഏറ്റില്ല. പിന്നെ നമ്മളിതാ താഴോട്ട് പോകുന്നുണ്ട്. ഈ താഴോട്ട് വന്നിരുന്ന ബലിയിടുന്ന സ്ഥലമുണ്ട്, പിന്നെ നമ്മുടെ പാപനാശിനിയും ഉണ്ട് അവിടെ. അങ്ങനെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിതാ നമ്മൾ താഴോട്ട് നടക്കും കേട്ടോ. കുറച്ചധികം തന്നെ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ നല്ല തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒക്കെ നല്ല ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. പോകുന്നവരോടൊക്കെ തന്നെയാണ് ഈ പറയുന്നത്. അങ്ങനെ നമ്മളിതാ നടന്ന് താഴോട്ട് എത്തുക. കാശിക്കുട്ടൻ അതിനിടയ്ക്ക് കുറച്ച് കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. അവൻ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പക്ഷേ തിരിച്ചു വരുമ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹിമക്കുട്ടീൻ്റെ കയ്യിൽ കുട്ടീനെയൊക്കെ ഏൽപ്പിച്ച് ഞാൻ ഫ്രണ്ടിൽ നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് നമ്മളൊരു നല്ല വ്യൂ പോയിന്റിലേക്കാട്ടോ ഈ എത്താൻ പോകുന്നത്. ഇതാണ് ഗേസ് നമ്മൾ ഇറങ്ങി വരുന്ന സ്റ്റെപ്പ്. നമ്മളിതിനൊരു നല്ലൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇവിടെ പിന്നെ കുറേ ഗാന്ധി ഗ്രാമത്തിൻ്റെ കടകളുണ്ട് കേട്ടോ.
അവിടെ മെയിനായിട്ട് ഇങ്ങനെ ചായപ്പൊടികൾ, അല്ലാത്ത കുറേ സൈസ് പൊടികൾ, ഇങ്ങനെ മരുന്നുകൾ, തൈലങ്ങൾ, അങ്ങനത്തെ സാധനമൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറേ നമ്മൾ കൗതുകമേറുന്ന പല പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കണം എന്നുള്ള ഒറ്റ ഒരു വിഷ്വലൈസേഷനിൽ ഞാൻ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താറായി. കുറച്ചുകൂടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, കുറച്ച് നടന്നു മടുക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഗൈസ്. എന്താണെന്നല്ല, എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ അങ്ങ് മാറും. അടിപൊളിയാണ്. ഇതാ ഞാൻ ആ പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞൊരു നല്ലൊരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഗൈസ് ഇത്. ഇതാണ് നമ്മുടെ ശ്രീരാമൻ്റെ കാല് പതിഞ്ഞ സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഇതിന് കുറേ ഐതിഹ്യങ്ങളുണ്ട്, പക്ഷേ എനിക്കതങ്ങനെ വലിയ കാര്യമായിട്ട് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളിതാ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. മേലെ നിന്ന് ഇങ്ങനെ താഴോട്ട് ആ പച്ചപ്പ് അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പായലല്ലേ അത് ഗൈസ്, പായലാന്ന് തോന്നുന്നു കേട്ടോ. അത് കാണാൻ മേലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മെല്ലെ മെല്ലെ പോവാം. എനിക്ക് കാശിക്കൂട്ടനായിട്ടൊക്കെ ഏറ്റവും പേടി, കാരണം അതിന് വെള്ളം കണ്ട ഒരുമാതിരി പ്രാന്തം കളിയാണ് ഗൈസ്. കാരണം കാശിനെയാണ് എനിക്ക് ഏറ്റവും വലിയ പേടി. അങ്ങനെ ഞങ്ങളിതാ അങ്ങോട്ട് എത്തും കേട്ടോ. നല്ല തിരക്കും ഉണ്ട്. അഥവാ ഒന്ന് കാല് തെറ്റിപ്പോയാൽ ഒരാൾ താഴെയും കിടക്കും. അങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചതാ അവിടെ വെള്ളമൊക്കെ എടുത്ത് തൊഴാൻ വേണ്ടി പോവാം കേട്ടോ. അങ്ങനെ ആ ഒരു ഇത് വലം വെച്ച് ഇങ്ങനെ ചുറ്റി വരണം കേട്ടോ ഗൈസ്. അങ്ങനെതാ ഞാനും വലം വെക്കാൻ പോവാം കേട്ടോ. എനിക്ക് പേടിയൊക്കെ ഉണ്ട്, തെന്നിപ്പോയാൽ എനിക്ക് വെള്ളം പേടിയാണ് കേട്ടോ. ശരിക്കും തെന്നിപ്പോയാൽ വെള്ളത്തിൽ കിടക്കും. ഞങ്ങളുടെ ക്യാമറാമാൻ മേലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഞാൻ പോസൊക്കെ ഇടുന്നുണ്ട്. ഇതിൽ ഒരാൾക്ക് നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഇത്രയും പേരൊക്കെ വന്നാൽ ശരിക്കും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴേക്കൊക്കെ പോവും. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം. കണ്ട, ഞാൻ പറഞ്ഞില്ലേ കാശിക്ക് വെള്ളം കണ്ട ഒരുമാതിരി ഇതാണ്. അതാണ് ഈ കാണുന്നത്. അങ്ങനെ കാശീനെ ഒന്ന് വിളക്കി ഞങ്ങളിതാ തിരിച്ച് നടക്കുക കേട്ടോ. ഇതാണ് കേട്ടോ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. മേലെ മാത്രം വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, താഴോട്ടും ഇറങ്ങി അതിൻ്റെ ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് പ്രാർത്ഥിച്ചിട്ടേട്ടാ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഇതാണ് പഞ്ചതീർത്ഥം. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വായിച്ചോട്ടോ. എല്ലാവരും വായിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്ക് എന്ത് രസമല്ലേ കാണാൻ. ഇങ്ങനെ നോക്കി നിന്നു. ശരിക്കും നമ്മൾ ഈ വീഡിയോ കാണുന്നേക്കാൾ രസമാട്ടോ നേരിട്ട് പോയിട്ട് ഇങ്ങനെ നിന്ന് കാണാൻ. അത്ര വൈബാണ് ആ സ്ഥലം കേട്ടോ. ചെറിയൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ ആഹാ ഒന്നും പറയണ്ട, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ കുറേയൊക്കെ ഗ്രാമത്തിൻ്റെ കടകളുണ്ട്. ഇതാ നമ്മൾ അങ്ങോട്ട് കയറി പോകുന്ന വഴികളൊക്കെ ആ കടയാട്ടോ. കാശിക്കൂട്ടനപ്പോൾ ഓരോ സാധനം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ദാ കയറി മേലോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്, കുറേ പേര് നോക്കുന്നുണ്ട് കേട്ടോ. ഇവർ പ്രാർത്ഥിക്കാനാണോ പോണേന്നുള്ള ചിന്തയിലായിരിക്കും നോക്കുന്നത്. അങ്ങനെ ഇതാ വെള്ളച്ചാട്ടം കണ്ടോ, നല്ല രസമില്ലേ? നല്ല രസമൊക്കെ നമുക്കിപ്പം തോന്നും. പക്ഷെ നമ്മൾ മഴക്കാലത്ത് വെള്ളത്തിലൊന്ന് ഓവർ ഇറങ്ങി കളിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ദാ നടന്ന് പോവുകയാണ്. മേലോട്ട് പോകുമ്പോൾ മറ്റേ ബലിയിടുന്ന സ്ഥലം. അപ്പോൾ അവിടെ എല്ലാവരും ബലിയിടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി ഞങ്ങളിപ്പം പോകുന്നത് പാപനാശിനിയിലേക്കാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ശരിക്കും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. വേറെ ലെവലിൽ ഫീലിംഗ് ആണ് അവിടെ പോയാൽ. അങ്ങനെ ഞങ്ങൾ പാപനാശിനിയിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ അട്ടയുണ്ട്, അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഒന്നും കാലേ കയറിയിട്ടില്ല. തിരുനെല്ലിയിൽ അട്ടയുണ്ട് എന്നിങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കാം. ഇങ്ങനെ കല്ലുകൾ പെറുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, കല്ലുകൾ പെറുക്കി വെക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്തില്ല, ഞാനൊന്ന് കല്ല് പൊക്കാൻ നോക്കിയുള്ളൂ കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ കാണാൻ പോവാം. ഇവിടെ ഒരു മാജിക്കൽ വിഷ്വൽ ഉണ്ട് കേട്ടോ. മാജിക്കൽ വിഷ്വൽ എന്താണെന്ന് ഇപ്പോൾ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടോ. അതൊരു അടിപൊളി വ്യൂ ആന്നൊക്കെ പറഞ്ഞാൽ എന്താ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഗൈസ്. കാണാൻ പറ്റുള്ളൂ, ഇല്ല കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടൻ പറഞ്ഞു തരുമെന്ന്, അതുപോലെ ആ ചേട്ടൻ പറഞ്ഞു തന്ന പോലെ നമ്മുടെ വലത് സൈഡിലാണ് വിഗ്രഹം ഇരിക്കുന്നത്. ഒറ്റ നോട്ടത്തിലൊന്നും അത് കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അതിങ്ങനെ നോക്കിയിരിക്കും തോറും തെളിഞ്ഞു വരും. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ വരണം എന്നില്ല. പക്ഷെ അത് വന്ന് കണ്ടു നോക്കണം, അനുഭവിച്ചറിയേണ്ട ഒരു ഫീലാണ് കേട്ടോ. ആ വിഗ്രഹം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അതൊക്കെ ശരിക്കും ഒരു മാജിക്കൽ വിഷ്വൽ തന്നെയാണ്. വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ് എല്ലാവരും. ഞാനത് പിന്നെയും പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അതെനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ചിറങ്ങുകയാണ്. കാശിക്കൊണ്ടെന്താ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അവൻ പറയുന്ന പലതും തിരിയില്ല. 2.5 വയസ്സായിട്ടുള്ളൂ, അവൻ പറഞ്ഞു വരുന്നുള്ളൂ കേട്ടോ എല്ലാം. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൽ നിന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങുക. ഞാൻ പറഞ്ഞില്ല ആ വ്യൂ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല വ്യൂ എന്ന് പറഞ്ഞ ആ സ്ഥലമാണ് കേട്ടോ ഇവിടെ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത്
തിരിച്ചിറങ്ങുവാണ് കേട്ടോ. ക്യാമറ കണ്ടാൽ പിന്നെ എൻ്റെ ഒരു പട്ടി ഷോ എപ്പോഴും ഉള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇതാ സ്റ്റെപ്പ് ഇറങ്ങി. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. നല്ല തിരക്കുണ്ട്, പക്ഷെ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്രയും തിരക്കുള്ളതൊന്നും. വേഗം എല്ലാവരും പോകുന്നതുകൊണ്ടാവും. അതാ താഴോട്ടൊക്കെ ഇറങ്ങും പല പല വിഗ്രഹങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്പൂതിരി പൂജ ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറ്റി വിടുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഒരു ചെറിയ കടയിൽ കയറി ചായ കുടിക്കാമെന്ന് ഓർത്തു. ഒരു കുഞ്ഞു കടയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചായ ഒക്കെ കുടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണിയപ്പക്കട എല്ലാവരും ഓർക്കുന്നുണ്ടോ ഗൈസ്? അതാണ്. നമ്മളവിടെ എത്തിയപ്പോൾ കുറേ റൈഡേഴ്സിനെ കണ്ടു കേട്ടോ. കുറച്ച് പേരോടൊക്കെ ഒന്ന് സംസാരിച്ചു. അവരവരുടേതായ കുറച്ച് തിരക്കില്ല. അവരും വ്ലോഗ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പക്കടയിൽ ഓർഡറൊക്കെ കൊടുത്തിട്ട് പുറത്ത് വന്ന് നിൽക്കാം കേട്ടോ. കാശിക്കൊണ്ട് കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങാൻ ഓർത്തിട്ട് ആ ട്രാവലറിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുള്ളലാണ് ആ കാണുന്നത്. ഇവരെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു കുശുമ്പൊക്കെ തോന്നിട്ടോ. എന്തിനാണെന്നറിയോ? ഇവരും ലൈഫ് അടിച്ച് പൊളിക്കുകയല്ലേ അല്ലേ? നല്ല ട്രാവലൊക്കെ ചെയ്തിട്ട് അങ്ങനെ വേണമല്ലേ ശരിക്കും ലൈഫ്. നമുക്കൊരു കാലം വരും. അങ്ങനെ ഞങ്ങൾ കാശിക്കൂട്ടന് കളിപ്പാട്ടങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ട് ഞാൻ കടയിലൊക്കെ കയറി ആദ്യം ടെഡി ബിയറൊക്കെ എടുക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയപ്പോൾ പിന്നെ അവന് തപ്പാൻ തുടങ്ങി. എൻ്റെ കാര്യങ്ങളൊക്കെ അന്നേ മറന്നു. അങ്ങനെ ഞാൻ അവന് ഓരോ വണ്ടിയൊക്കെ എടുത്ത് കാണിക്കുകയാണ്. അവൻ ഇത് വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ ഒരു വണ്ടി കാണുമ്പോൾ വേറെ വണ്ടി വേണ്ട, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ആ കാണുന്ന പച്ചവണ്ടിയില്ലേ അവൻ പിടിച്ചിരിക്കുന്നത്, ആ വണ്ടിയാണ് കേട്ടോ ലാസ്റ്റ് എടുത്തത്. ഞാൻ ആ വണ്ടി എടുത്തു. കണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ അവൻ ക്ലോസപ്പിൽ കൊണ്ട് ക്യാമറ വെച്ചപ്പോൾ ഞാൻ അങ്ങ് മുഖം പൊത്തിയതാണ്. അത്രയ്ക്കൊക്കെ അടുത്ത് വന്ന് എടുക്കാമോ? പാടില്ല. അവിടുന്ന് വരുന്ന ബസ്സാട്ടോ. അമ്പലത്തിൽ നിന്ന് തൊഴുത് കഴിഞ്ഞവർ വരുന്ന ബസ്സാണ്. കുറേ ബസ്സുകളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ മാങ്ങ ഉണ്ടല്ലോ, ആ മാങ്ങ അടിപൊളി മാങ്ങ, അതൊന്നും പറയാനില്ല. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കാരണം എൻ്റെ കെട്ടിയനെ അത് ആസ്വദിച്ച് കഴിക്കുന്നു. അങ്ങനെ അവിടുന്ന് മാങ്ങയും തിന്നു. പിന്നെ കുറച്ച് കാറിലിരുന്ന് കഴിക്കാനും എടുത്തു കേട്ടോ. നല്ലൊരു മാങ്ങ കേട്ടോ. അതേതോ മാങ്ങാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ അക്കു കാണിക്കുന്നുണ്ടോ? അവിടുത്തെ ഗെയിം എന്തൊരു സാധനം, അതെടുത്ത് ഗെയിം കളിക്കാവേ. എന്താ ചെയ്യണ്ടേ, പിള്ളേരുടെ സ്വഭാവമാണ് എത്ര വലുതായാലും. അങ്ങനെ അപ്പുറം ഞാനും തപ്പുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ. ഞാൻ ആ തപ്പുന്ന എന്താണെന്നറിയോ? ഉപ്പ് എടുത്ത് കാണിക്കും അതെന്താന്ന്. ഇപ്പം കാണിക്കും. ഇതാണ് സാധനം, ചൂരൽ. ഞാൻ വെറുതെ വെക്കുക. പണ്ട് അച്ഛനൊക്കെ അടിക്കാൻ വേണ്ടി വീട്ടിൽ മേടിച്ച് വെക്കുമായിരുന്നു ഗൈസ്. ആ സാധനം കണ്ടപ്പോൾ ഒരു നൊസ്റ്റ് ഫീല്. അങ്ങനെ എൻ്റെ കെട്ടിയവൻ പറയുന്നുണ്ട് അത് കുട്ടീനെ അടിക്കാനല്ല നിന്നെ തല്ലാനാണ്. എന്താ അല്ലേ? ഞാൻ അക്കൂനെയൊക്കെ ഒന്ന് അടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ സാധനം കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് എന്താണെന്നറിയോ? 500 നോട്ടാണ്. പിന്നെ മനസ്സിലായി ഡ്യൂപ്ലിയാണ്. അങ്ങനെ അവിടുത്തെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ കഴിഞ്ഞതാ നമ്മൾ ചായ കുടിക്കാന്ന് ഓർത്ത് അങ്ങോട്ട് പോയി. നല്ല തിരക്കുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു പഴയ വീട്ടിൽ പോയിരിക്കുന്ന ഒരു ഫീലാണ്. ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഉള്ള ഒരു വീടില്ലേ, ഓലപ്പുര, ആ ഒരു വൈബാണ് അതിൻ്റെ ഉള്ളിലിട്ട്. ഓരോരോ പ്രത്യേക രസം കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ആ ഇരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടില്ലേ? അതിങ്ങനെ ഒരു സിമെൻറ്റും കൊണ്ടൊക്കെ ഒരു പരന്ന ഒരു സംഭവമാണ്. അതാണ് നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കാൻ. ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ കെട്ടിയനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും മോന്തിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ എൻ്റെ അടുത്തിരിക്കാൻ വന്നിട്ട് എണീറ്റ് പോയി എന്തോ ഞാൻ പറഞ്ഞപ്പോൾ. കാശിക്കുട്ടൻ പറയുന്ന ഒരു മെയിൻ ഡയലോഗ് കേട്ടോ, അടിച്ച് തോല് പൊട്ടിക്കും. അത് ഞാൻ അവനോട് പറയുകയാണ്. അങ്ങനെ നമ്മുടെ താരം വന്നു കേട്ടോ, നമ്മുടെ ഉണ്ണിയപ്പം. സാധാ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ചെറുതല്ലേ ഗൈസ്, ഇത് വലിയ ഉണ്ണിയപ്പം കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അത് ഇച്ചിരി വലിയ ഉണ്ണിയപ്പം. കൈ പൊള്ളിയപ്പോൾ ഞാൻ താഴെ വെച്ചേട്ടോ. നല്ല ചൂടുണ്ട്. എൻ്റെ കെട്ടിയൻ പറഞ്ഞെന്താ അടിപൊളിയാണ്. എൻ്റെ കെട്ടിയവന് ഒരു ഡയലോഗുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഡയലോഗ് ഇപ്പം ഞാൻ കണ്ട നമ്മുടെ കടേൻ്റെ പേരും ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ വില കണ്ട ആ ബോർഡ്, അത് ശ്രദ്ധിച്ച് വെച്ചോട്ടോ നിങ്ങൾ. നമ്മുടെ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട. അങ്ങനെ നമ്മൾ അവിടുന്ന് ഉണ്ണിയപ്പത്തിൻ്റെ പൈസയൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് കുറച്ച് പാഴ്സലൊക്കെ വാങ്ങി പോകാൻ നോക്കുകയാണ് കേട്ടോ. ആ വ്യൂ ഒക്കെ നോക്കിക്കേ, അടിപൊളി. ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, ഇവരൊക്കെ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മളും പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് ഗൈസ്. കാറിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഫ്രം ഏറസ് വ്ലോഗ്.